കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണല്ലോ. ഗണപതി ക്ഷേത്രമല്ല ഇത്, യഥാർത്ഥത്തിൽ ശിവനമ്പലമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് കിഴക്കേക്കര ശിവക്ഷേത്രം എന്നാണ്. പ്രധാന പ്രതിഷ്ഠ ശിവനും, കിഴക്കഭിമുഖമായിട്ടിരിക്കുന്ന ശിവനും പടിഞ്ഞാറഭിമുഖമായിട്ടിരിക്കുന്ന പാർവതിയും ശ്രീമുരുകനും അയ്യപ്പസ്വാമിയും എല്ലാവരും ഉണ്ട്. പക്ഷെ ഗണപതി ഭഗവാൻ ഇല്ലായിരുന്നു ഇവിടെ ആദ്യ കാലങ്ങളിൽ. ഒരിക്കൽ ഉലയന്നൂർ പെരുന്തച്ചൻ ശിവവിഗ്രഹം പ്ലാന്തടിയിൽ പണിയുകയായിരുന്നു. പാട്ടുമൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹം പണിഞ്ഞു വന്നപ്പോൾ അത് ഗണേശൻ്റെ രൂപമായി പോയി. അപ്പോൾ ആ അമ്പലത്തിൽ അത് പ്രതിഷ്ഠിക്കാൻ അവർ സമ്മതിച്ചില്ല. അപ്പോഴാണ് കിഴക്കേക്കര ശിവനമ്പലത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ തിരുമേനി അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം. കിഴക്ക് ഭാഗത്തായിട്ടാണ് ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പ്രതിഷ്ഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഗണപതി ഭഗവാന് നിവേദ്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ പൂജാരി ഉണ്ണിയപ്പം ഇങ്ങനെ കൂട്ടപ്പമായിട്ട് നിവേദിച്ചു. ഇപ്പോഴും അവിടുത്തെ പ്രധാന നിവേദ്യം കൂട്ടപ്പം തന്നെയാണ്. ഈ കൂട്ടപ്പം നിവേദിക്കുന്ന സമയത്ത് പെരുന്തച്ചൻ പറഞ്ഞു, ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെങ്കിലും ഗണപതിയായിരിക്കും കൂടുതൽ പ്രശസ്തനാവുക. ആ വാക്കുകൾ ശരിയായി വന്നു. കിഴക്കേക്കര ശിവ ടെമ്പിൾ ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. എളുപ്പമാണ് ഈ അമ്പലത്തിൽ എത്താൻ, തിരക്ക് കൂടുതലാണ്. ഇത് ഇവിടുത്തെ നാഗരാജ പ്രതിഷ്ഠയാണ്. സർപ്പഗന്ധി പൂവിൻ്റെ വലിയ മരങ്ങളുണ്ട്. നാഗരാജവും നാഗേശ്വമ നാഗദൈവങ്ങൾ എല്ലാവരുടെയും പ്രതിഷ്ഠയുണ്ട്. അതിന് തൊട്ടപ്പുറം തന്നെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. തത്വമസി എന്നെഴുതിയിട്ടുള്ള ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അമ്പലത്തിൽ പ്രത്യേക പന്തൽ നവരാത്രി ഉത്സവങ്ങൾക്കുള്ള ഒരുക്കങ്ങളും കാണാൻ കഴിയും. തുലാഭാരവും മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന വഴിപാടുകളെല്ലാം തന്നെ ഇവിടെയും ഉണ്ട്. ഉണ്ണിയപ്പമാണ് പ്രധാന വഴിപാട്. ഉണ്ണിയപ്പത്തിന് പ്രത്യേകം കൗണ്ടറുകളുമുണ്ട്. ഭയങ്കര തിരക്കാണ്. നമ്മൾ രസീത് എഴുതിച്ചിട്ട് പോയി വാങ്ങിക്കണം. മാല പോലുള്ള വഴിപാടുകളും തേങ്ങ ഉടയ്ക്കുന്നതും എല്ലാം നല്ല പ്രത്യേകമായിട്ട് സൗകര്യമുണ്ട് ഇവിടെ. ഉണ്ണിയപ്പ വഴിപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ തടസ്സങ്ങളും മാറി നമുക്ക് ഐശ്വര്യം ഉണ്ടാകാനായിട്ട് ഗണപതി ഭഗവാനെ പൂജിക്കുക. അപ്പോൾ ഇങ്ങനെ നൈവേദ്യങ്ങളൊക്കെ കൊടുത്ത് പൂജിക്കുമ്പോൾ കൂടുതൽ ഫലങ്ങൾ കിട്ടും. തൊട്ടടുത്ത് തന്നെ വേറെയും ശിവക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രത്തിലും ഒന്നിച്ച് ദർശനം നടത്തുവാൻ കഴിയും. അതിനനുസരിച്ച് സമയം ക്രമീകരിച്ച് പോയാൽ കൊട്ടാരക്കര അടുത്ത് തന്നെയാണ് ഈ അമ്പലം. ഓം നമഃ ശിവായ. ഓം ഗംഗണം.